എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, പോളണ്ടിൽ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ ഭാഷ അറിയണോ? അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇതൊരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങടേക്ക് പഠിക്കാൻ വരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ സംശയം നല്ല രീതിയിൽ കാണും. എനിക്കും ഉണ്ടായിരുന്നു. വന്ന സമയത്ത് ജോലി കിട്ടുമോ, ജോലി കിട്ടില്ല. കാരണം ഞാൻ ആരോട് പോയി ചോദിച്ചു കഴിഞ്ഞാലും അവർ പറഞ്ഞത് നെവ്യം അംഗ്ലേസ്കു അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയുക. അപ്പം എന്തെങ്കിലും ആവട്ടെ, നമ്മൾ കോൺഫിഡൻസ് അങ്ങോട്ട് പരമാവധി കൂട്ടിപ്പിടിക്കുക, എഫേർട്ട് ഇട്ട് തപ്പുക. അതാണ് ഫസ്റ്റത്തെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ആദ്യം തന്നെ അല്ലാതെ നമ്മളൊന്നും അങ്ങോട്ട് കളിയാക്കി അങ്ങോട്ട് വിടുള്ളൂ. പക്ഷേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പിന്നെ ശ്രമിക്കുക. ആദ്യത്തെ അറ്റംപ്റ്റ് ചിലപ്പോൾ പാളിപ്പോവും, രണ്ടാമത്തെ അറ്റംപ്റ്റ് പാളിപ്പോവും, മൂന്നാമത്തെ അറ്റംപ്റ്റ് എത്ര പാളിപ്പോയി എന്ന് എനിക്ക് തന്നെ എൻ്റെ കാര്യത്തിൽ പിടിയില്ല. പല അറ്റംപ്റ്റുകളും പാളിപ്പോവും. പക്ഷേ ഫൈനലി ഈ പറയുന്ന ജോലി കിട്ടും. ആദ്യത്തെ ജോലി കിട്ടുന്നത് വരെ പ്രശ്നമുള്ളൂ. അതിന് ഭാഷ വേണമെന്നൊന്നുമില്ല. ഏതൊരു റെസ്റ്റോറൻറ്റ് ബേസ്ഡ് ജോലിയിലായാലും കിച്ചൺ വർക്കറിന് ഭാഷ അവർ നോക്കില്ല. അതായത് ഇപ്പം മെക്ഡിയോ KFC അങ്ങനെ ഏതോ ആവട്ടെ, അവർ നീ പറയുന്ന ഭാഷ നോക്കാൻ പോകുന്നില്ല. അവർ കിച്ചണിൽ വർക്ക് ചെയ്യാൻ എടുക്കണേ, പണി എടുപ്പിക്കും. ഇപ്പോൾ ഭാഷ കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് തെറ്റില്ലാണ്ട് പഠിക്കും. ഇനിയിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് പോളിഷ് അറിയാൻ പാടില്ല. അറിയാവുന്ന സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ തെറികളും എനിക്കറിയാം, പച്ചയ്ക്കറിയാം. നല്ല പച്ചയ്ക്ക് ആരെങ്കിലും എന്നെ 2 തെറി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നില്ല. ഏറ്റവും മൂലം അറിയാവുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും എന്നെ തെറി വിളിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ എല്ലാവരെയും ഇങ്ങോട്ട് സ്മരിച്ചങ്ങോട്ട് വിളിക്കും. പിന്നെ എൻ്റെ അടുത്ത് തെറി പറയാൻ വരാറില്ല. ആ ഒരു സാധനം മാത്രം എൻ്റെ കയ്യിലുള്ളൂ. അതല്ലാതെ വേറെ ഒരു സംഭവം എൻ്റെ കയ്യിലില്ല. അതേപോലെ തന്നെയാണ് നിങ്ങളിവിടെ വരുമ്പോഴും. നിങ്ങൾ വരുമ്പോൾ ജോലി കിട്ടാൻ ഇനീഷ്യലി നല്ല പാടായിരിക്കും. നല്ല പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. കാരണം സാച്ചുറേറ്റഡ് ആണ്. ഭാഷ ഉണ്ടോയെന്ന് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഭാഷ ഒരു പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അതായത് നിങ്ങളുടെ ഒരു വെയിറ്ററായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കണം. അതിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് നിങ്ങളെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാവുന്നൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ പോളിഷ് അത്രയും പ്രായമുള്ളവർ വന്നാലാണ് ഇംഗ്ലീഷിൻ്റെ ഒന്നും അറിയാത്തുള്ളൂ. അതല്ലാതെ ഉള്ളവർക്കൊക്കെ ഒരു എന്തൊക്കെയോ അറിയാം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് കംപ്ലീറ്റ്ലി ഓൺ യു, ഹൗ യു അപ്രോച്ച് ദം, ഹൗ യു പോർട്രേ യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഇപ്പം ഞാൻ മെക്ഡിയിൽ കയറിയപ്പോഴാണ് എനിക്ക് എങ്ങനെ ഈ പോളിഷുകാരെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു സംഭവം കൈ കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നൊരു അതായത് ആദ്യത്തെ ജോലി കിട്ടാനായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഭാഷയുടെ പ്രശ്നം അങ്ങനെ ഒരു ലോഡ് ഇത്. ആദ്യത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭാഷ ഒരു ഇഷ്യൂ ആയിരുന്നില്ല ജോലിയുടെ കേസിൽ. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒറ്റ ദിവസം അവിടെ ഡിഷ് വാഷിങ്ങിന് നിന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ദിവസം കൊണ്ട് എന്നെ വെയിറ്ററാക്കി. കാരണം ഐ വാസ് ദാറ്റ് കോൺഫിഡൻറ്റ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 2-3 മാസം പണിയെടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ വെയിറ്ററായിട്ട് ഡയറക്റ്റ് കയറി. അപ്പോഴും എൻ്റെ ആകപ്പാടുള്ളത് കോൺഫിഡൻസ്. ഡയറക്റ്റ് കയറി ചെന്ന് അവിടുത്തെ മാനേജർ നേരെ വാരി കയറി എനിക്കവിടെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് തള്ളി അങ്ങോട്ട് മറിച്ചു. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലാത്ത കുറച്ച് അങ്ങോട്ട് മസാല ഇട്ട് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് അവിടെയും ജോലി തന്നു. അവിടെ എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളായിരുന്നു. ഇത് വന്ന സമയത്തെ കാര്യങ്ങളായിട്ട് പറയണേ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ ജോലി വന്നത്. അവിടെ ഒരാളെൻ്റെ ഭാഷ നോക്കി വന്നിട്ടില്ല. ഞാൻ ജോലി ചെയ്യണ എൻ്റെ ടീമിലുള്ള 80% ആൾക്കാർ പോളിഷുകാർ തന്നെയാണ്. അതിനകത്ത് 1-2 പേർക്ക് ഇംഗ്ലീഷേ അറിയാൻ പാടില്ല. പക്ഷേ അവർക്ക് എൻ്റെ താഴെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിലുപരി ഐ എം കോൺഫിഡൻറ്റ്. അതാണ് അതിൻ്റെ ഒരു സംഭവം. നിങ്ങൾ വന്നാലും സാഹചര്യം ചിലപ്പോൾ മോശമാകാം, നല്ലതാകാം, നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യമാകാം, എല്ലാം ആകാം. അത് നിങ്ങളുടെ കൺട്രോളിലാക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി പിടിച്ച് നിൽക്കാനും പറ്റും. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞിട്ട് നോക്കാം. നാട്ടിൽ നിന്നേ ടെൻഷൻ അടിക്കരുത്. ഇനിയിപ്പോൾ അത്രയും ടെൻഷൻ അടിച്ചാൽ പറ്റുമെന്നാണെങ്കിൽ നമ്മുടെ ആപ്പില്ലേ മറ്റേ ഡുവലിംഗോ അതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തെറ്റില്ലാത്ത ബേസിക് വേർഡ്സൊക്കെ അതിൽ നിന്ന് കിട്ടും. തെറി കിട്ടില്ല, പക്ഷേ തെറ്റില്ലാത്ത വേർഡ്സ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. അത് വെച്ച് അങ്ങോട്ട് തെറ്റില്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറ്റുമുറി എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടും. അത് വെച്ച് അങ്ങോട്ട് പിടിച്ച് വെക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തപ്പ, ജോലി കിട്ടുന്നത് വരെ തപ്പ, കിട്ടിക്കോളും. ഭാഷ അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് ഭാഷ ഇപ്പോഴും അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും പറ്റും. വന്നു കഴിഞ്ഞിട്ട് ശ്രമിക്കാൻ നല്ല രീതിയിൽ കിട്ടിക്കോളും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി പോട്ടെ, വേണ്ടായി.